നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Hello everyone, welcome to today's class. So today we are going to learn about money, how to add and subtract money, and to solve problems easily, and to understand the bills and symbol calculations. Okay, money is what we used to buy things. Coins and notes. Example, coins and notes. ഈ UAE കൺട്രീസിലൊക്കെ ആണെങ്കിൽ എന്താണ് യൂസ് ചെയ്യുക? ദിർഹംസ് ആണ് യൂസ് ചെയ്യുക. ഇതാണ് ദിർഹംസ് യൂസ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പണം യൂസ് ചെയ്യണോ, അതിലൊരു എന്ന് പറയുന്നത് കോയിൻസ് ആൻഡ് നോട്ട്സ്. പിന്നെ UAE കൺട്രീസിൽ നമ്മൾ ദിർഹംസ് ആണ് അവിടെ നോക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യൻ നോട്ട്സിൽ നമ്മൾ റുപ്പീസാണ്, അവിടെ ദിർഹംസ് ആണ് വരുന്നത്. UAE കൺട്രീസ്. സബ്ട്രാക്ഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പണം കൂട്ടുന്നതാണ് അഡീഷൻ എന്ന് പറയുന്നത്. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എത്ര അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അഡീഷനിൽ ജ്യൂസ് വന്നിട്ട് 10 ദിർഹംസ് ആണ് വിചാരിക്കും. ദെൻ ആപ്പിൾ 5 ദിർഹംസ് ആണ് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ കൂട്ടാം 10 + 5 എത്രയാണ്? 15. ഇതാണ് അഡീഷൻ വരുന്നത്. 15 ദിർഹംസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബാക്കി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസിൽ നോക്കുന്നു. അതായത് ബാക്കി കണ്ടെത്താനായിട്ട് നമ്മൾ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യണം. അതാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ബൈ ചോക്ലേറ്റ്സ്, ഇഫ് യു ഹാവ് 10 AD ആൻഡ് ബൈ ചോക്ലേറ്റ്സ് for 4 AD എന്ന് പറയുമ്പോൾ 10 - 4 എത്രയാണ്? 4 എടുത്തു 10 മുന്നുള്ള നമ്പർ 9, 8, 7, 6 6. ഒരു വേർഡ് പ്രോബ്ലം. Ravi has 20 dirhams. He buys a toy for 12 dirhams. How much money is left? അപ്പോൾ രവിക്ക് 20 ദിർഹംസ് ഉണ്ടായിരുന്നു. രവി 12 ദിർഹംസ് കൊടുത്തിട്ട് ഒരു ടോയിനെ വാങ്ങി. എത്രയാണ് ബാക്കി എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എത്രയാണ്? 20 ഓൾറെഡി രവിയുടെ കയ്യിലുണ്ട്. 20 ഞാൻ എഴുതി. ഹൗ മച്ച് മണി ഇസ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കി എത്ര എന്ന് പറയുമ്പോൾ സബ്ട്രാക്ഷൻ മൈനസ് ഇട്ടു. ഈ ബൈസ് എ ടോയ് ഫോർ 12 ദിർഹംസ്. അപ്പം 12 ദിർഹംസ് കൊടുത്തിട്ട് ഒരു ടോയിനെ വാങ്ങി. അപ്പോൾ എത്രയാണ്? 12. അപ്പോൾ 20 - 12 എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മൾ സ്റ്റെപ്പിൽ ചെയ്യാം. സ്റ്റെപ്പ് ആകുമ്പോൾ 3 ഈസി ആവും. ഇത് വൺസ് നോക്കാം. 0 - 2. 0 - 2 ഇവിടെ 10 കൊടുക്കണ്ടേ. അപ്പോൾ 2 കയ്യിലെടുത്തു. അപ്പോൾ എന്താണ് 2 കയ്യിലെടുത്തിട്ട് എന്താണ് 10 നമ്പർ 9, 8. ഈ സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ ഇവിടെ 10 ഞാനിവിടെ കൊടുത്തു. ബോറോ ചെയ്ത് കൊടുത്തു. അഡീഷണൽ നമ്മൾ ക്യാരി ചെയ്തിരുന്നത്. സബ്ട്രാക്ഷൻ നമ്മൾ ബോറോ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒന്നുമില്ല അല്ലേ? കാരണം 1 ആണ് വരുന്നത്. 1 - 1 എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പോൾ എത്ര വരുന്നത്? 8. 8 ഉത്തരം വരുന്നത്. ബിൽസ് ആൻഡ് സിമ്പിൾ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ബിൽസ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വി ബൈ ആൻഡ് ദ ടോട്ടൽ എമൗണ്ട്. അതായത് നമ്മൾ വാങ്ങിയ സാധനങ്ങളും പിന്നെ അതിൻ്റെ തുകയും എന്ന് പറയുന്നതാണ് ബിൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മിൽക്ക് 6 ദിർഹംസ്, ബ്രെഡ് 8 ദിർഹംസ്, ദെൻ ബനാന 2 ദിർഹംസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. നമ്മൾ വാങ്ങിയ സാധനങ്ങളും അതിൻ്റെ ടോട്ടൽ എമൗണ്ട്, അതാണ് എന്താ ബിൽസ് എന്ന് പറയുന്നത്. നോക്കിയിട്ട് യു ഹാവ് 15 AD, ബൈ ഐറ്റംസ് പെൻസിൽ 5 ദിർഹംസ്, ഇറേസർ 2 ദിർഹംസ്, 5 ടോട്ടൽ ആൻഡ് ബാലൻസ്. അതായത് നമ്മുടെ കയ്യിൽ 15 ദിർഹംസ് ഉണ്ട്. നമ്മൾ പെൻസിൽ വാങ്ങിയത് 5 ദിർഹംസിന്, ഇറേസർ വാങ്ങിയത് 2 ദിർഹംസ്. അപ്പോൾ അതിൻ്റെ ആകെ തുകയും പിന്നെ ബാക്കി എത്രയാണെന്ന് നമ്മുടെ ചോദ്യം. ബാലൻസ് എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ട് ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ സാധനങ്ങളും ആകെ തുകയും കാണിക്കുന്നതിനാണ് നമ്മൾ ബിൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ, ഇപ്പോൾ മിൽക്ക് ആയിക്കോട്ടെ, ബ്രെഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും സാധനങ്ങൾ അപ്പോൾ അതവിടെ കൊടുക്കും. അതിൻ്റെ എമൗണ്ട് അവിടെ കൊടുക്കും. അതിൻ്റെ എമൗണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദിർഹംസ് ആണോ അത് റുപ്പീസ് ആണോ എന്ന് വെച്ചിട്ട് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ റുപ്പീസ് യൂസ് ചെയ്യും. UAE കൺട്രീസുകളിൽ നമ്മൾ ദിർഹംസ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഫൈൻഡ് ദ ടോട്ടൽ ആൻഡ് ബാലൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ പറയുക, ഈ പ്രൈസസ് നമ്മൾ ടോട്ടൽ പ്രൈസ് എത്രയാ? 5 dirhams പ്ലസ് 2 dirhams എത്രയാ? 5 + 2 7 dirhams. അങ്ങനെ. ഇനി സ്റ്റെപ്പ് 2ൽ നമ്മൾ ബാലൻസ് ആണ് ടോട്ടൽ കണ്ടു, ഇനി ബാലൻസ് ആണ് കാണുന്നത്. ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 15 dirhams നമ്മൾ ഇതിൽ നിന്ന് ഇറേസർ പെൻസിൽ വാങ്ങിയപ്പോൾ 15 മൈനസ് എത്ര കിട്ടിയ? 7. എത്രയാ? 7 കയ്യിലെടുത്തു, ചെറിയ നമ്പർ കയ്യിലെടുത്തിട്ട് 14 13 12 11 10 9 8. അപ്പോൾ 8 dirhams ആണ് നമുക്ക് കിട്ടിയത്. അത് ഞാൻ എന്തുകൊണ്ടാണ് ഫിംഗേഴ്സിൽ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിംഗേഴ്സിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? അതായത് ക്ലോക്ക് ഷോസ് ടൈമിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പിന്നെ നമ്മൾ ടൈം ഇൻ്റർവെലിനെ കുറിച്ച് പഠിച്ചു. ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടൈംസ്. അതായത് ഫോർ എക്സാമ്പിൾ 2:15 to 3:45. അപ്പോൾ നമ്മൾ 12 hour ഫോർമാറ്റ് കണ്ടു, 24 hour ഫോർമാറ്റ് കണ്ടു. ആ 24 hour ഫോർമാറ്റിലാണോ 12 hour ഫോർമാറ്റിലാണോ നമ്മൾ AM PM യൂസ് ചെയ്യുന്നത്? AM PM ഇതിലാണ് യൂസ് ചെയ്യുന്നത്? 12 hour ഫോർമാറ്റിലാണോ അതോ 24 hour ഫോർമാറ്റിലാണോ? 12 hour ഫോർമാറ്റിലാണ് നമ്മൾ AM PM യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ടൈമിനെ കുറിച്ച് നമ്മൾ കണ്ടു, ടൈം ഇൻ്റർവെൽസിനെ കുറിച്ച് കണ്ടു, മിനിറ്റ്സ് എന്താണെന്നും അവേഴ്സ് എന്താണെന്നും നമ്മൾ കണ്ടിരുന്നു. പിന്നെ 24 hour ഫോർമാറ്റ് എങ്ങനെ കാണുന്നതും 12 hour ഫോർമാറ്റ് എങ്ങനെ കാണുന്നതും നമ്മൾ പറഞ്ഞു. 24 hour ഫോർമാറ്റിന് ഞാനൊരു ട്രിക്ക് പറഞ്ഞിരുന്നു അല്ലേ, 12 + hour എന്ന് പറഞ്ഞിരുന്നു അല്ലേ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. Today we learn about money, how to add and subtract monies, to solve problems easily and to understand the bills and simple calculations. So we also revised about time and clock, including time intervals. Keep practicing daily. Thanks for watching. Bye.